കായംകുളം പെരിങ്ങാല ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തൃക്കൊടിയേറ്റ് മഹോത്സവത്തിന് തുടക്കമായി. മെയ് 4-ാം തീയതി വരെയാണ് മഹോത്സവം നടക്കുന്നത്. കായംകുളം 345 നമ്പർ SNDP ശാഖായോഗത്തിന്റെ അധീനതയിലുള്ള കായംകുളം പെരിങ്ങാല ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തൃക്കൊടിയേറ്റ് മഹോത്സവത്തിന് തുടക്കമായി. മെയ് 4 ഞായറാഴ്ച വരെയാണ് മഹോത്സവം നടക്കുക. മഹോത്സവത്തിന്റെ തൃക്കൊടിയേറ്റ് ക്ഷേത്രതന്ത്രി കൃഷ്ണരാമടം അജിത് നാരായണൻ ഭട്ടതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തൃക്കൊടിയേറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഭൂതബലിയും മറ്റുള്ള വിശേഷ ആചാരങ്ങളും ക്ഷേത്ര ആചാര സംബന്ധമായ വിശേഷങ്ങൾ നടക്കും. എല്ലാ ഭക്തജനങ്ങളിലും ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനത്തോടുകൂടി തന്നെ ക്ഷേത്രത്തിൽ വന്ന് ദേവനെ പ്രാർത്ഥിക്കണമെന്നും ദേവന്റെ വിശേഷ കാര്യങ്ങൾ ഈ നാട്ടിലെ എല്ലാ ഭക്തർക്കും അറിയാം. സ്വയംഭൂവനായിരുന്നു, മൃത്യുഞ്ജയമൂർത്തിയാണ്, അഘോര സംവിധാനത്തിലുള്ള ഭഗവാനാണ്. എല്ലാം കലർന്ന ഒരു സൂക്ഷ്മ ചൈതന്യം, സ്ഥൂല ചൈതന്യം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഈശ്വരൻ. അതിനൊന്നും ആദിയില്ല, അവസാനവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഭഗവാന്റെ ഈ ചൈതന്യം ഈ ദേശത്ത് ഉത്സവാദി ആഘോഷത്തിന് വേണ്ടി പ്രവഹിക്കുകയാണ്. എല്ലാവരും ഭഗവാന്റെ അനുഗ്രഹം ഇത് പാത്രീഭൂതരാകണമെന്ന് ഭഗവാന്റെ നാമത്താൽ അറിയിച്ചു പോകുന്നു. ക്ഷേത്ര മേൽശാന്തി ശ്യാം കൃഷ്ണൻ കാർമ്മികത്വം വഹിച്ചു. ഇതിനു മുന്നോടിയായി നിർമ്മാല്യ ദർശനം, അഭിഷേകം, മഹാഗണപതി ഹോമം, ഉഷപൂജ, ശിവപുരാണ പാരായണം, ആചാര്യവരണം, മുളപൂജ, കൊടിക്കൂറ ഘോഷയാത്ര എന്നിവ നടന്നു. പെരിങ്ങാല മഹാദേവ ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് മഹോത്സവത്തിന്റെ 7 ദിവസത്തെ പരിപാടികളുടെ ഭാഗമായിട്ടുള്ള തൃക്കൊടിയേറ്റാണ് ഇപ്പോൾ നടന്നത്. ഇനി 7 ദിവസവും വളരെ ഗംഭീരമായിട്ടുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് കലാരൂപങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ 5-ാം ദിവസം കെട്ടുകാള വരവേൽപ്പുണ്ട്. അതുപോലെ 6-ാം ദിവസം തിരുവനന്തപുരത്ത് നാട്ടരങ്ങ് അവതരിപ്പിക്കുന്ന നാടൻ പാട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ബാക്കി എല്ലാ തന്ത്രി അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും വളരെ വിപുലമായിട്ട് തന്നെയാണ് നടത്തി ആഗ്രഹിക്കുന്നത്. എല്ലാ ഭക്തജനങ്ങളുടെയും അകമഴിഞ്ഞ സഹായം കൊണ്ടാണ് ഇത്രയും വിപുലമായിട്ട് ഈ പരിപാടികളെല്ലാം നടന്നു പോകുന്നത്. തുടർന്നും അവരുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് മഹാദേവന്റെ നാമത്തിൽ എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കും. ചെണ്ടമേളം, താലപ്പൊലി എന്നിവയുടെ അകമ്പടിയോടുകൂടി ചെപ്പള്ളിൽ തെക്കതിൽ പ്രണവം ഭുവനേന്ദ്രന്റെ വസതിയിൽ നിന്നും ഘോഷയാത്ര ആരംഭിച്ച് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു. തുടർന്ന് നവകം, പഞ്ചഗവ്യം എന്നിവയും നടന്നു. കൊടിയേറ്റിന് ശേഷം അന്നദാനം, നടതുറപ്പ്, സോപാന സംഗീതം, ദീപാരാധന, ദീപക്കാഴ്ച, വെടിക്കെട്ട്, കലാസന്ധ്യ, അത്താഴ പൂജ എന്നിവയും നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ സുകുമാരൻ വി, ശാന്തകുമാർ, ബാലകൃഷ്ണൻ, ബിനികുമാർ, ബിജു, രാജീവ് ആർ തുടങ്ങിയവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.